السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. صدق الله مولانا العظيم. إن الله طيب لا يقبل إلا طيبا. صدق رسوله الأمين. الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني. الحمد لله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാത്ര പ്രസക്തമായ ഓരോ മുസ്ലിമും വസ്തുനിഷ്ഠമായി പഠിച്ചറിയേണ്ടുന്ന ഒരു വിഷയം പറഞ്ഞ് തുടങ്ങുകയാണ്. അഥവാ ധനാഗമന മാർഗം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്നുവെച്ചാൽ എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത്, പണം സമ്പാദിക്കേണ്ടത്, ധനം സ്വരൂപിക്കേണ്ടത്, സമ്പാദിച്ച പണം എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത്, എവിടെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന വിഷയം. ഈ വിഷയത്തിൽ കച്ചവടത്തിലെ നേരും നെറിയും ചതിയും വഞ്ചനയും വേർതിരിച്ച് പഠിക്കാനുണ്ട്. ഈ വിഷയത്തിൻ്റെ ഭാഗമായി പലിശയും ചൂഷണങ്ങളും പഠനവിധേയമാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൻ്റെ ഭാഗമായി അഴിമതിയും കൈക്കൂലിയും ധൂർത്തും ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ടുതന്നെ കുറച്ച് സമയമെടുത്താണെങ്കിലും കൃത്യമായി, സ്പഷ്ടമായി, വ്യക്തമായി ധനാഗമന മാർഗം സമ്പത്തുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ സമ്പാദനവും അതിൻ്റെ ചെലവഴിക്കലും ഏതു രൂപത്തിൽ എന്നത് കൃത്യമായി നാം പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ പകർത്തേണ്ടുന്നതാണ്. എന്തുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ അധ്വാനവും സമ്പാദ്യവും ഹറാമായി കഴിഞ്ഞാൽ, തെറ്റായ മാർഗേണ റോങ്ങായ രൂപത്തിൽ നാം പണം സമ്പാദിച്ചുകൊണ്ട് ആ പണം കൊണ്ട് നാം ഭക്ഷണം കഴിച്ച് പാനീയങ്ങൾ കുടിച്ച് ഹറാമായ സമ്പത്ത് കൊണ്ട് മരുന്ന് വാങ്ങിക്കഴിച്ച് ഹറാം കലർന്ന നിഷിദ്ധമായ ധനം കലർന്ന സമ്പത്ത് കൊണ്ട് നാം വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹറാമിൻ്റെ പണം കലർന്ന ധനം കൊണ്ട് വാഹനവും വീടും സൗകര്യങ്ങളും നാം ഒരുക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നന്നാവുകയില്ല, മനസ്സ് ശരിയാവുകയില്ല, നമ്മുടെ സൽക്കർമ്മങ്ങളൊന്നും പടച്ച തമ്പുരാൻ സ്വീകരിക്കുകയും ഇല്ല. ഞാനും നിങ്ങളും ഒരുപാട് പുണ്യകർമ്മങ്ങളെക്കുറിച്ച് കേട്ടു പഠിച്ചവരാണ്, വായിച്ചു പഠിച്ചവരാണ്. പ്രഭാഷണങ്ങളിലൂടെയും അല്ലാതെയും
ധാരാളം പുണ്യകർമ്മങ്ങൾ നാം പഠിച്ചിരിക്കുന്നു, നാം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഫലവത്താകേണ്ടതല്ലേ? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ ആ നന്മകൾ നിലനിൽക്കേണ്ടതല്ലേ? പരലോകത്ത് ചെല്ലുമ്പോൾ നാം ചെയ്ത നന്മകൾ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് കാണാനും അനുഭവിക്കാനുമുള്ളതല്ലേ? അതിനെന്ത് വേണം? അടിസ്ഥാനപരമായി എന്തു വേണം? നല്ലത് മാത്രം സമ്പാദിക്കുക, നല്ലത് മാത്രം ആഹരിക്കുക, നല്ലത് മാത്രം ഉപയോഗിക്കുക. എങ്കിലേ ഈ നേട്ടങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സമൂഹത്തിലെ വിവിധ തരക്കാരായ ആളുകളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഉപദേശിച്ച ഉപദേശം ഇതാണ്. എന്ത്? നല്ലത് സമ്പാദിക്കുക, നല്ലത് കഴിക്കുക. ഖുർആനിൽ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ആരാധനാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഉപദേശം ഖുർആനിൽ ഇഷ്ടം പോലെ ഉണ്ട്. നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നോമ്പ് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജും ഉംറയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കോമണായി മൊത്തത്തിൽ ഉപദേശിക്കുകയാണ് അള്ളാഹു ചെയ്തത്. മൊത്തത്തിൽ അള്ളാഹു കൽപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഹലാലായ ധനം സ്വരൂപിച്ച്, ഹലാല് കഴിച്ച്, ഹലാലിൽ നിന്ന് കുടിച്ച്, ഹലാല് ഉപയോഗപ്പെടുത്തുക എന്ന കൽപ്പന അള്ളാഹു കൽപ്പിച്ചപ്പോ ഓരോരുത്തരെയും സ്പെഷ്യലായി പ്രത്യേകമായി വിളിച്ചാണ് ഉപദേശിച്ചത്. മഹാന്മാരായ അംബിയ മുർസലുകളെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. സത്യവിശ്വാസികളെ സ്പെഷ്യലായി വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു. മൊത്തത്തിൽ മാനവ മക്കളെ, മനുഷ്യരാശിയെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു. ഏത് കാര്യം? നല്ലത് സമ്പാദിച്ചോളൂ, നല്ലത് ആഹരിച്ചോളൂ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 172 സൂക്തത്തിൽ അള്ളാഹു അവന്റെ ദൂതന്മാരെ, അംബിയ മുർസലുകളെ, നബിമാരെ, മുർസലുകളെ വിളിച്ചുകൊണ്ട് കൽപ്പിക്കുന്ന കൽപ്പന കാണാം. യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാൻ ഇന്നി ബിമാ തഅമലൂന അലീം. എന്താണ് നബിമാരെ വിളിച്ച് അല്ലാഹു പറഞ്ഞത്? നോക്കണം നിങ്ങൾ. നബിമാര് എന്ന് പറഞ്ഞ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന ആൾക്കാരാ. അവരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പ്രത്യേകമായി ഉപദേശിച്ച ഉപദേശം, യാ അയ്യുഹർ റുസുലു, അല്ലയോ മുർസലുകളെ, നബിമാരെ, ദൈവദൂതന്മാരെ, കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാൻ, നിങ്ങൾ നല്ലത് തിന്ന് നല്ലത് ചെയ്യുക. എന്ത്? ബിരിയാണിയും ആട്ടിറച്ചിയും തിന്നിട്ട് നന്നായിട്ട് അധ്വാനിച്ചോളൂ നല്ല ഇവിടെ പറയുന്നത്. യാ അയ്യുഹർ റസൂലു, അല്ലയോ മുർസലുകളെ, ദൈവദൂതന്മാരെ, കുലൂ മിനത് ത്വയ്യിബാതി, സംശുദ്ധമായത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. നിങ്ങൾക്ക് അനുവദിച്ചു തന്നത്, ഹറാമ് കലരാത്തത്, മറ്റുള്ളവന്റെ വെറുപ്പ് കലരാത്തത്, മറ്റുള്ളവനെ ചൂഷണം ചെയ്ത ഒരു നാണയം, ഒരു ഫിൽസ്, ഒരു രൂപ, ഒരു പൈസ പോലും കലരാത്തത്, പരിശുദ്ധമായത് മാത്രം നിങ്ങൾ തിന്നുക. വഅമലൂ സ്വാലിഹാ, എന്നിട്ട് നിങ്ങൾ നല്ലത് ചെയ്യാൻ. നല്ലത് തിന്നിട്ട് നല്ലത് ചെയ്തോളൂ എന്ന് വെച്ചാൽ നല്ലത് തിന്നുന്നവർക്കേ നല്ലത് ചെയ്യാനാകൂ. നല്ലത് കഴിക്കുന്നവരിലെ നല്ലത് നിലനിൽക്കൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കുലൂ മിനത് ത്വയ്യിബാതി, പരിശുദ്ധമായ ആഹാരം മാത്രം നിങ്ങൾ ഭുജിക്കുക. എന്നിട്ട് വഅമലൂ സ്വാലിഹാൻ, നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുക. ഇന്നി ബിമാ തഅമലൂന അലീം, അല്ലയോ നബിമാരെ, നിങ്ങൾ എന്ത് ചെയ്താലും അത് കൃത്യമായി അറിയുന്നവനാണു ഞാൻ. നബിമാരെ വിളിച്ചിട്ട് പറയാം. ഈ ആയത്ത് വിശദീകരിച്ചിട്ട്
അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ല തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, അന്നൽ ഹലാല ഔനുൻ അലൽ അമലി സ്വാലിഹ്. അന്നൽ ഹലാല, ഹലാല് മാത്രം ഉപയോഗപ്പെടുത്തുക, ഹലാല് കൊണ്ട് തിന്നുക. നമുക്ക് അല്ലാഹു അനുവദിച്ച പണം കൊണ്ട് ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക, വസ്ത്രം മേടിക്കുക, വണ്ടി മേടിക്കുക, വീടൊരുക്കുക, സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ഔനുൻ അലൽ അമലി സ്വാലിഹി, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സഹായകമായത് അതാണ്. നല്ല പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാകണോ എങ്കിൽ ഇത് വേണം. ഈ നല്ലത് കഴിച്ച് നല്ലത് ഉപയോഗിക്കണം. മോശം കഴിച്ചോ, ഹറാമാണോ വയറ്റിൻ്റെ അകത്ത്, അറാമ്പറപ്പേ വായിലൂടെ വരുള്ളൂ, അറാമ്പറപ്പേ ശരീരത്തിൽ പ്രകടമാവുള്ളൂ. തിന്മകളെ പിന്നെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. ഇബ്നു കസീർ റഹിമഹുല്ല വിശദീകരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയ മുർസലുകളോട് ഈ നിർദ്ദേശം പറഞ്ഞപ്പോ നബിമാരൊക്കെ വളരെ ജാഗരൂകരായി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ ജാഗ്രത പാലിച്ചു. പലപ്പോഴും ഹദിയയായി, ഗിഫ്റ്റായി അന്നപാനീയങ്ങൾ കിട്ടിയപ്പോൾ തന്നെ അത് മേടിച്ച് കഴിച്ചില്ല, തങ്ങള് മേടിച്ച് കുടിച്ചില്ല. ഒരു ഭക്ഷണം ഗിഫ്റ്റായി വന്നാൽ, പാനീയം ആരെങ്കിലും ഹദിയയായി തന്നാൽ അതിൻ്റെ ഉത്ഭവം, ഉറവിടം അന്വേഷിച്ച് അത് പരിശുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അത് കഴിച്ചതും കുടിച്ചതും. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറുകളിലൊക്കെ കാണാം ഒരു ഹദീസ്. മഹാനായ ശദ്ദാദ് ഇബ്നുൽ ഔസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി സ്വഹാബി വനിത ഉമ്മു അബ്ദില്ലാ റളിയല്ലാഹു അൻഹ, അവർക്ക് കുറച്ച് ആടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആട് പ്രസവിച്ചു. പാൽ ചുരത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ആ ആട്ടിൻ പാല് മഹദി കറന്നെടുത്ത്, നല്ല പാല്, അതിൽ നിന്നൊരൽപ്പം അള്ളാഹുവിന്റെ റസൂലിന് ഹദിയ കൊടുക്കാമെന്ന് മഹദി തീരുമാനിച്ചു. അങ്ങനെ അതൊരു വൃത്തിയുള്ള പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഒരു ദൂതൻ വശം കൊടുത്തയച്ചു. ഈ മഹദി അള്ളാഹിന്റെ റസൂലിന് ആട്ടുംപാല്. ദൂതൻ പാലും കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിലെത്തിയപ്പോൾ നല്ല ചൂടുള്ള ഒരു പകല്, നല്ല വിശപ്പും ദാഹമുള്ള ഒരു സമയം. കിട്ടിയ ഉടനെ തന്നെ റസൂലുള്ള അത് മേടിക്കും കുടിക്കും അല്ല ചെയ്തത്. ദൂതൻ പാലുമായി തിരുസവിധത്തിൽ ചെന്നപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു ഇയാളോട്, ഇതെവിടുന്ന പാല്? റസൂലേ, അങ്ങയുടെ ഇഷ്ടപ്പെട്ട സ്വഹാബി ശദ്ദാദ് ഇബ്നുൽ ഔസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സിസ്റ്റർ, സഹോദരി, സ്വഹാബി വനിതയായ ഉമ്മു അബ്ദില്ല തങ്ങൾക്ക് ഹദിയായിട്ട് ഏൽപ്പിച്ച് എൻ്റെ വശം തന്നയച്ച പാല. അള്ളാന്റെ റസൂല് പറഞ്ഞു, ശരി, സ്വഹാബി വനിതയാണ്, ഉമ്മു അബ്ദില്ലയാണ്, മനസ്സിലായി. ഇവർക്ക് ഇവിടുന്ന് ഈ ആടിനെ കിട്ടിയത് എന്തുകൊണ്ട് മേടിച്ച ആടാ, എങ്ങനെ ഉണ്ടായ ആടാ? ദൂതൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയാൻ പാടില്ല. അവരാടിനെ കറന്നിട്ട് പാൽ എൻ്റെ കൈവശം തന്ന് തങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ഹദിയയായി ഏൽപ്പിച്ചപ്പോൾ ഞാൻ കൊടുന്നതാ. എങ്ങനെ ആടുണ്ടായി, എവിടുന്ന് ആട് കിട്ടി അറിയാൻ പാടില്ല. എന്നാ അതറിഞ്ഞിട്ട് വാ, അല്ലാതെ ഞാനത് മേടിക്കൂല, സ്വീകരിക്കൂല, കുടിക്കൂല, അവിടെ വച്ചേക്ക്, അത് ചോദിച്ചിട്ട് വാ. ദൂതൻ മടങ്ങി നടന്നു. ഉമ്മു അബ്ദില്ല എന്ന സ്വഹാബി വനിതയുടെ മുന്നിൽ ചെന്നിട്ട് റസൂൽ അത് സ്വീകരിച്ചില്ല. എവിടുന്ന ആട് എന്നൊക്കെ ചോദിക്കണേ. അവര് സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ എൻ്റെ അധ്വാന ഫലം കൊണ്ട് മേടിച്ച് ഞാൻ പോറ്റി വളർത്തിയ ആടാണത്. അതിലൊരു തട്ടിപ്പും വെട്ടിപ്പും ഇല്ലല്ലോ പടച്ചോനെ. എന്തേ ഞാൻ കൊടുത്തയച്ച ഹദിയ റസൂല് സ്വീകരിക്കില്ലേ? ഞാൻ കൊള്ളരുതാത്തവളായി പോയോ എന്ന സങ്കടം. ദൂതൻ ഓടി വന്ന് പറഞ്ഞു, അവരുടെ അധ്വാനത്തിൽ നിന്ന് മേടിച്ച ആടാണ്, അവര് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ആടാണ്, അതിൻ്റെ പാലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മേടിച്ചു, സ്വീകരിച്ചു. പിറ്റേ ദിവസം ഉമ്മു അബ്ദില്ല എന്ന സ്വഹാബി വനിത മുത്ത് റസൂലിന്റെ മുന്നിൽ ചെന്ന് സങ്കടം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ അധ്വാനിച്ചു പോറ്റി വളർത്തിയ ആട്, അതിന്റെ പാല് തങ്ങൾക്ക് ഹദിയ തന്നപ്പോ അങ്ങ് ആദ്യം അത് നിരസിച്ചല്ലോ, എനിക്ക് വേദനയായി തങ്ങളെ. റസൂലുള്ള പറഞ്ഞു, സഹോദരി, നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടോ, നിങ്ങൾ തരുന്നത് മേടിക്കാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് നബിമാരോട്,
മുർസലുകളോട് കൽപ്പനയുണ്ട്, പരിശുദ്ധമായതല്ലാത്തതൊന്നും തിന്നരുത്, കുടിക്കരുത് എന്ന കൽപ്പനമായ താക്കീത്, ഉത്തരവുണ്ട്. അതുകൊണ്ട് കിട്ടുന്നതെല്ലാം വാരി വലിച്ച് തിന്നാനോ കിട്ടുന്നതെല്ലാം മേടിച്ചു കുടിക്കാനോ ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ടാണ്, നിങ്ങളോട് വിഷമുണ്ടായിട്ടല്ല. നോക്കണം നിങ്ങൾ മുഅ്മിനീങ്ങളെ, ഈ കൽപ്പന, അംബിയാ മുർസലുകളോടുള്ള ഇതേ കൽപ്പന സത്യവിശ്വാസികളായ നമ്മോടും അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്. സൂറത്തുൽ ബഖറയുടെ 172 ആയത്തിൽ അത് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നമ്മളോട് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിസ്കാരവും നോമ്പും ദാനധർമ്മം ഒക്കെ കോമൺ ആയിട്ട് മൊത്തത്തിലാണ് പറഞ്ഞത്. ഇതങ്ങനെയല്ല, മുർസലുകളോട് സ്പെഷ്യൽ, നബിമാരോട് പ്രത്യേകം, മുഅ്മിനുകളോട് മുസ്ലിങ്ങളോട് പ്രത്യേകം, മനുഷ്യന്മാരെ മൊത്തത്തിൽ വിളിച്ചിട്ട് പ്രത്യേകം. മുർസലുകളോട് പറഞ്ഞ വാക്ക് കേട്ടല്ലോ, മുഅ്മിനൂന 51 ആയത്താണ് മുർസലുകളോട് പ്രത്യേകമായിട്ട് പറഞ്ഞത്. എന്താണ് നമ്മോട് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് തന്നതിൽ പരിശുദ്ധമായത് മാത്രം തിന്നാ. ഞാൻ പലതും തരും, ദുന്യാവിൽ പല സൗകര്യം ഒരുക്കി തരും. ഇത് പരീക്ഷണത്തിന്റെ ലോകാണ്. ഹറാം നിങ്ങളെ മുന്നിൽ വരും, ഞാൻ വരുത്തും, ഹലാലും വരുത്തും. കിട്ടുന്നതൊക്കെ വെട്ടി വിഴുങ്ങണ്ട. അല്ലയോ സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് പരിശുദ്ധമായത് മാത്രം നിങ്ങൾ ആഹരിക്കുക. നല്ലത് മാത്രം കഴിക്കുക, നല്ലത് മാത്രം കുടിക്കുക. ഇത് ബേസാൻ, ഇത് അടിത്തറയാൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ സൗഖ്യത്തിന്, ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന്, മനസ്സിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും, കുടുംബത്തിലെ സ്വസ്ഥതയ്ക്ക്, നാടിന്റെ സമാധാനത്തിന് ബേസാൻ, അടിത്തറയാണിത്. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ഞാൻ തന്നതിൽ നിന്ന് പരിശുദ്ധമായത് മാത്രം തിന്നും കുടിക്കും ചെയ്യാം. വഷ്കുറൂ ലില്ലാഹ്, അല്ലാഹുവിനോട് എന്നിട്ട് നിങ്ങൾ നന്ദി ചെയ്യാ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ ഈ പോയിന്റ് അംഗീകരിച്ചേ പറ്റൂ, ഈ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ചേ പറ്റൂ. ഏത് നിർദ്ദേശം? നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ച് അല്ലാഹുവിനെ ആരാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ പരിശുദ്ധമായത് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾ അല്ലാഹ്ക്ക് നന്ദി ചെയ്യാം. ആ നന്ദി അവിടെ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ നന്ദി കേടേ നിങ്ങളിൽ നിന്നുണ്ടാവുള്ളൂ. മുഅ്മിനീങ്ങളെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം. ഈ ആയത്ത് വിശദീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു പ്രസംഗം ഹദീസുകളിൽ കാണാം. ഏതായത്ത്? നമ്മളെ വിളിച്ച് അല്ലാഹ് പറയാ, നല്ലത് തിന്നോളൂ, എന്നിട്ട് അല്ലാഹ്നോട് നന്ദി ചെയ്തോളൂ, നിങ്ങൾ അല്ലാഹ്നെ ആരാധിക്കുന്നവരാണെങ്കിൽ. അല്ലാഹു പറയാണ്. ഈ ആയത്ത് വിശദീകരിച്ച് റസൂലുള്ളാഹി നടത്തിയ ഖുതുബ, പ്രസംഗം. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, വിശ്വാസികളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, തീർച്ച, ഉറപ്പ്, അല്ലാഹു പരിശുദ്ധനാണ്. അല്ലാഹു പരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, പരിശുദ്ധമായതേ അവൻ സ്വീകരിക്കുള്ളൂ. മമ്മാലിയായിട്ട് കാര്യമല്ല, മമ്മാലി പരിശുദ്ധനാകണം. നിസ്കാരായിട്ട് കാര്യമല്ല, നിസ്കാരം പരിശുദ്ധമാകണം. നോമ്പായിട്ട് കാര്യമല്ല, നോമ്പ് പരിശുദ്ധമാകണം. സക്കാത്തായിട്ട് കാര്യമല്ല, സക്കാത്ത് പരിശുദ്ധാകണം. തസ്ബീഹ് ദിക്റായിട്ട് കാര്യമല്ല, അത് പരിശുദ്ധമാകണം. മാനവ മക്കൾക്ക് സേവനം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനമായിട്ട് കാര്യമല്ല, പരിശുദ്ധമാകണം. ലാ യഖ്ബലുല്ലാഹു ഇല്ലാ ത്വയ്യിബ, പരിശുദ്ധനായ അല്ലാഹു പരിശുദ്ധ പ്രവർത്തനങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ട് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറയുന്നു, അംബിയാ മുർസലുകളായ ഞങ്ങളോട് അല്ലാഹു കൽപ്പിച്ച കൽപ്പന നല്ലത് തിന്നണമെന്നാണ്, പരിശുദ്ധമായത് കുടിക്കണമെന്നാണ്, നല്ല സമ്പാദ്യം കൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ്. ഈ കൽപ്പന മുഅ്മിനീങ്ങളോടും മുസ്ലിമീങ്ങളോടും അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്.
എന്നിട്ട് ഈ രണ്ടായത്തും റസൂലുള്ള ഓതി. മുഅ്മിനൂന 51 ബഖറ 172 നമ്മളിപ്പോ ഇവിടെ ഓതി വിശദീകരിച്ച രണ്ടായത്തും ഓതി. തുടർന്ന് സുമ്മ ദക്കറ റജുല, എന്നിട്ടൊരു മനുഷ്യനെ കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞു. ആരാണ് ആ മനുഷ്യൻ? യുതീലു സഫറ, ആത്മീയ യാത്ര ദീർഘമായി, ആരാധനകളിലുള്ള പരിശ്രമം നീണ്ടു. ഏത് സമയത്തും ആരാധന, ഏത് സമയത്തും പുണ്യകർമ്മങ്ങൾ, ഏത് സമയത്തും നല്ലത് മാത്രം ചെയ്യാം. ഈ നന്മയിൽ വ്യാപൃതനായ കാരണത്താൽ അദ്ദേഹം ജീവിതം മറന്നുപോയി. അഷ്ഗസ അഗ്ബറ, മുടി ചീകാൻ മറന്നിട്ട് ചടക്കുത്തിപ്പോയി. അഗ്ബറ, വസ്ത്രവും ശരീരവും പൊടി പുരണ്ടുപോയി. ഈ മനുഷ്യൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരല്ല. ആരാധനാനുഷ്ഠാനങ്ങളിൽ എൻഗേജ്ഡായ കാരണത്താൽ ഈ മനുഷ്യൻ ജീവിതം പോലും മറന്നു. എന്നിട്ട് മുത്ത് റസൂൽ പറയുന്നു, യമുദ്ദു യദൈഹി ഇലസ്സമാ, മുടി ചടക്കുത്തിയ, വസ്ത്രവും ദേഹവും പൊടിപുരണ്ട, ആരാധനാനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഈ മനുഷ്യൻ ഇരുകരങ്ങളും ഉപരിലോകത്തേക്ക്, വാനലോകത്തേക്ക് ഉയർത്തിപ്പിടിച്ച് യഖൂലു, അദ്ദേഹം പറയുന്നു, യാ റബ്ബി യാ റബ്ബി, എന്റെ പടച്ചോനെ, എന്റെ റബ്ബേ. എന്നിട്ട് അള്ള തിരിഞ്ഞു നോക്കുന്നില്ല. ഈ മനുഷ്യൻ അള്ള മൈൻഡ് ചെയ്യുന്നില്ല. ഈ വിളി അള്ളാഹു കേൾക്കുന്നില്ല. എന്താ കാരണം? മത്അമുഹു ഹറാം, അയാളെ ശാപ്പാടിൽ പലിശ കലർന്നിട്ടുണ്ട്. മശ്റബുഹു ഹറാം, അയാൾ കുടിക്കുന്ന പാനീയത്തിൽ ചതിപ്രയോഗത്തിലൂടെ സമ്പാദിച്ച ധനം കലർന്നിട്ടുണ്ട്. വമൽബസുഹു ഹറാം, അയാൾ ഉടുക്കുന്ന ഉടയാട, അയാൾ ഉപയോഗിക്കുന്ന വാഹനം, അയാൾ പാർക്കുന്ന വീട്, കച്ചവടത്തിലെ ചതിയും വഞ്ചനയിലൂടെ സ്വരൂപിച്ച ധനം കലർന്നു പോയതിനാൽ അള്ളാഹു മൈൻഡ് ചെയ്യുന്നില്ല. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതനായ സ്വഹാബി ആരാണ്? സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതൻ ആരാ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ആ സ്വഹാബി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഖുർആൻ അടിമുടി നോക്കി പഠിച്ച് കാതലായ ഒരു വശം പ്രസ്താവിച്ചിട്ടുണ്ട്. എന്താണ് ആ പ്രസ്താവന എന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഖുർആൻ പണ്ഡിതൻ പ്രസ്താവിച്ച പ്രസ്താവന എന്താണെന്നറിയോ? കേട്ടോളൂ. ലാ യഖ്ബലുല്ലാഹു സലാത്തംറിഇൻ, ലാ യഖ്ബലുല്ലാഹു സലാത്തംറിഇൻ, ഒരാളുടെയും നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, ജുമഅയും സ്വീകരിക്കൂല. ഒരാളുടെയും നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഫീ ജൗഫിഹി ഹറാം, ഉള്ളിൽ ഹറാം കിടക്കുന്ന സമയത്തോളം. ആമാശയത്തിൽ ഹറാമുണ്ട്, സിരകളിലോടുന്ന രക്തത്തിൽ ഹറാം കലർന്നിട്ടുണ്ട്, ഈ തടി ഹറാമ് കൊണ്ട് വളർന്നിട്ടുണ്ട്, ഈ ബോഡിയിൽ ഹറാമ് കലർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തന്റെയും നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്ന പ്രശ്നമേയില്ല. ഗൗരവമുള്ള വിഷയമല്ലേ മുഅ്മിനീങ്ങളെ? ഇതാണ് ശരിക്കും ആദ്യം നമ്മൾ പ്രസംഗിക്കേണ്ട വിഷയം. അതാണ് നമ്മൾ ചെയ്യുന്ന അമൽ അവിടെ നിൽക്കണ്ടേ, നമ്മളെ നിസ്കാരം അവിടെ അക്കൗണ്ടിൽ കയറണ്ടേ. ഈ കൊടും ചൂടത്ത് നമ്മൾ പിടിച്ച നോമ്പ് പടച്ചോന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അവിടെ കാണണ്ടേ. നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം സ്വതക്ക ചെയ്യുന്നത് അക്കൗണ്ടിൽ കയറണ്ടേ. എന്തെങ്കിലും ഒരു രൂപ ഗൂഗിൾ പേ വഴി അടച്ചു കഴിഞ്ഞിട്ട് അതവിടെ ക്ലിക്കായില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പോരൂ. അക്കൗണ്ടിൽ ഒരാൾ പറഞ്ഞു 50,000 വിട്ടിട്ടുണ്ട് കേട്ടോന്ന്. അതവിടെ കിടന്നോട്ടെ. ആരാ ശ്രദ്ധിക്കാതിരിക്കുക? ശ്രദ്ധിക്കൂലേ? എന്നാ പരലോകത്തെ അക്കൗണ്ടിലേക്ക് ഇത് കയറണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായ ഡിമാൻഡ് എന്താണെന്നറിയോ? ഫീ ജൗഫിഹി ഹറാം, ഉള്ളിൽ എവിടെങ്കിലും ഹറാമ് പറ്റിപ്പിടിച്ച് കിടപ്പുണ്ടെങ്കിൽ സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അംബിയ മുർസലുകളെ വിളിച്ചിട്ട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, പോരാ. അല്ലാഹു മൊത്തം മാനവ മക്കളെ വിളിച്ച് പറയുന്നത് അതാ ബഖറയിലെ, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. മൊത്തം മനുഷ്യരെ വിളിച്ചിട്ട് പറയാ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ. ഞാനിത് നബിമാരോട് പറഞ്ഞു, മുർസലുകളോട് പറഞ്ഞു, എന്നിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളോട് പറഞ്ഞു. അവിടെ ഒന്നും ഞാൻ നിർത്തുന്നില്ല. അല്ലയോ മനുഷ്യ വിഭാഗമേ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ,
ഭൂമിയിലുള്ളതൊക്കെ വെട്ടിപ്പിടിക്കണ്ട, ഭൂമിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ എടുക്കണ്ട, ഭൂമിയിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് പരിശുദ്ധമായത് മാത്രം എടുക്കുകയും പരിശുദ്ധമായത് മാത്രം ആഹരിക്കുകയും ചെയ്യുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ അനുഗമിക്കണ്ട. പലിശ, ചതി, വെട്ടിപ്പ്, തട്ടിപ്പ്, പൂഴ്ത്തിവെപ്പ്, ഇതെല്ലാം പിശാചിന്റെ വഴിയാ. പിശാച് ഇതൊക്കെ വന്നിട്ട് പറഞ്ഞു തരും, ഒന്നാണ് കണ്ണടച്ചേക്ക്, ആ വൈകല്യമുള്ളിടത്ത് ഒന്നാണ് പുട്ടിയടിച്ചേക്ക്, അതൊന്നും കുഴപ്പമില്ല, അതപ്പോ ചെയ്യാത്തവരാരാ, അതൊന്ന് ചെയ്തേക്ക്. ആ വഴിക്ക് പോകണ്ട, അത് പിശാചിന്റെ സോണാണ്, പിശാചിന്റെ മേഖലയാണ്. അവൻ നിങ്ങളെ ക്ഷണിക്കുന്ന ലാഭം ഓഫർ ചെയ്ത്, മോഹന വാഗ്ദാനങ്ങൾ ചെയ്ത് നിങ്ങളെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുന്ന ഈ മേഖല ചെകുത്താന്റെ വഴിയാണ്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്, നിങ്ങൾ സൂക്ഷിച്ചോളൂ. ഇത് വളരെ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് മുഅ്മിനീങ്ങളെ. ധനാഗമന മാർഗം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയം ഇതെല്ലാവരും ഉറങ്ങാതെ കേൾക്കണം. കാരണം എന്താ അറിയോ, നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും സമാധാനം ഇതുകൊണ്ടേ കിട്ടുള്ളൂ. ചുരുക്കത്തിൽ നമ്മുടെ അധ്വാനങ്ങൾ പാഴാകാതിരിക്കാൻ, നമ്മുടെ നന്മകൾ നിലനിന്ന് കിട്ടാൻ, നമ്മുടെ സൽക്കർമ്മങ്ങൾ ഫലവത്താകാൻ, അടിഭാഗമില്ലാത്ത ബക്കറ്റിൽ വെള്ളം മുക്കും പോലെ നമ്മുടെ ഇബാദത്തുകൾ പാഴ്വേലകളാകാതിരിക്കാൻ, മാരകമായ രോഗങ്ങൾ ബാധിക്കാതെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും സുരക്ഷയും കിട്ടാൻ, നമ്മുടെ വീട്ടിലും അയൽപക്കത്തും കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തിലും സന്തോഷത്തോടെ അഭിമാനത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഹറാമ് തീറ്റ നിർത്തിയേ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഹറാമ് നിങ്ങൾ തുടരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്, ഹറാമ് തുടരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്, ആ മേഖലയിലേക്ക് പോകരുത് എന്നാ. കൊച്ചിൻ റിഫൈനറി അല്ലേ, അത് നിരോധിത മേഖലയാണ്. ആ മേഖല എത്രയോ കിലോമീറ്റർ ഇപ്പുറത്താണ് മതിൽ കെട്ടിയിട്ടുള്ളത്. ഇതുപോലെ അള്ളാഹുവിന്റെ നിരോധിത മേഖലയാണ് അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ. അൽ ഹലാലു ബയ്യിനുൻ, നിങ്ങൾക്ക് അനുവദനീയമേത് കൃത്യാണ്, വ്യക്താണ്. വൽ ഹറാമു ബയ്യിനുൻ, ഹറാം നിഷിദ്ധമായതേത് കൃത്യാണ്, വ്യക്താണ്. വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ, അതിൻ്റെ ഇടയിൽ അവ്യക്തമായ ചില കാര്യമുണ്ട്. ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹാ കസീറും മിനന്നാസ്, ബുഖാരിയുടെ ഹദീസിൽ കാണാം, ഭൂരിപക്ഷം ആളുകൾക്ക് അതെന്താണെന്നറിയില്ല. ഹറാമിൻ്റെയും ഹലാലിൻ്റെയും ഇടയിൽ അവ്യക്തമായി കിടക്കുന്ന ചില കാര്യമുണ്ട്. ഫത്വ ചോദിച്ചൊക്കെ വരുമല്ലോ, ഉസ്താദെ അത് പറ്റുമോ, ആ ലാഭം മേടിക്കാൻ പറ്റുമോ, ആ ബിസിനസ്സിൽ ഓൺലൈൻ ബിസിനസ്സാണ്, അത് പറ്റുമല്ലേ എന്നൊക്കെ ചോദിക്കും. കാരണം എന്താ, ഖുർആനിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയിൽ നിഗൂഢമായി അവ്യക്തമായി കിടക്കുന്ന ചില കേസുകളുണ്ട്. അള്ളാന്റെ റസൂല് പറയുന്ന അങ്ങോട്ട് പോലും നിങ്ങൾ പോകരുത്, കൃത്യമായ ഹലാല് അത് നോക്കിയാൽ മതി. ഹറാമാണോ ഹലാലാണോ, എന്താണ് ഇതിന് സാധ്യത, അവ്യക്തമായി കിടക്കുന്ന മേഖലയിലേക്ക് പോലും നിങ്ങൾ പോകരുത്. അവിടെ പോയാൽ ഹറാമിൽ നിങ്ങൾ വീണുപോകും, സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിരോധിത മേഖലയുടെ മതിൽക്കെട്ടിന്റെ ചാരത്ത് പോലും പോകരുത്. സംശയത്തിന്റെ ലെവലിൽ നിങ്ങളെ കണ്ട വെടിവെച്ച് കൊല്ലപ്പെടും, നിങ്ങൾ സൂക്ഷിക്കണത്. ഇതുപോലെയാണ് ഹറാമിന്റെ കാര്യം, അത്ര ജാഗ്രത ഹറാമിന്റെ കാര്യത്തിൽ വേണം എന്ന്. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് പോകാൻ കാരണം എന്താ, ഇപ്പൊ ഒന്നും വേണ്ട, കേരളക്കര കൊടും ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വയസ്സായ ആൾക്കാരൊക്കെ പറയുന്നു, ഇങ്ങനൊരു ചൂട് AC വരും മുമ്പ്, ഫാന് വരും മുമ്പ് പോലും ഞങ്ങളാരും അനുഭവിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ചൂട്. പല മേഖലകളിലും കുടിവെള്ളം പോലും ഇല്ലാതെ വറുതിയിലായിരിക്കുകയാണ്. സൂര്യാഘാതം കാരണം, ഉഷ്ണതരംഗം കാരണം മനുഷ്യന്മാർ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. കന്നുകാലികൾ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തെ പത്രം, ഇന്നതാ പത്രത്തിൽ എൻ്റെ ഒരു നാട്ടുകാരൻ ഇന്നലെ മരിച്ചു. ഒരു തൊഴിലാളിയാണ്, കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. ജോലിക്കിടെ കുഴഞ്ഞു വീണു, ആശുപത്രിയിലെത്തും, മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂര്യാഘാതം. അള്ളാഹു കാക്കട്ടെ. എന്താ അതിന് കാരണം? വേനൽ മഴ 70% ഇപ്രാവശ്യം കുറഞ്ഞു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്.
വേനൽക്കാലത്ത് നമ്മുടെ തലക്ക് മീതെ സൂര്യൻ കടന്നു പോകുന്ന ഈ സമയത്ത് അള്ളാഹു പേമാരി കൊണ്ട് മഴ കൊണ്ട് കേരളക്കരയെ അനുഗ്രഹിക്കാറുണ്ട്. ഈ വർഷം 70% മഴ കുറവാണ്. ഈ പോക്ക് പോയാൽ ഇനിയും മനുഷ്യന്മാർ മരിച്ചു വീഴും. കന്നുകാലികൾ 300ഓളം വളർത്തു മൃഗങ്ങളാണ് അത്രയും ചത്തത്. ഇന്നത്തെ ന്യൂസിൽ ഞാൻ കണ്ടു 300ഓളം കന്നുകാലികളും ചത്തു വീണു. അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൻ്റെ പേമാരി പിടിച്ചു വെച്ചാൽ, അവനത് തരാതെ അവിടെ പിടിച്ചു വെച്ചാൽ എന്തായിരിക്കും ദുരന്തം? ഒരു ടെക്നോളജിക്ക്, ഒരു സയൻസിന്, ഒരു ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നാൽ അള്ളാഹു ആണെങ്കിലോ കൃത്യമായിട്ട് കൊടുക്കാൻ അള്ളാഹ്ക്കറിയാം. പഴക്കാപ്പള്ളിയിൽ കോരിച്ചൊരിയണ മഴ, ഇവിടെ ചന്തപ്പള്ളിയുടെ മാർക്കറ്റിൻ്റെ ഭാഗത്ത് ഡ്രൈ അല്ലേ? കിലോമീറ്റർ ഒന്നും വലിയ ദൂരമൊന്നും ഇല്ലേന്നേ. അള്ളാഹ്ക്കറിയത് എവിടെയൊക്കെ ഇറക്കി കൊടുക്കേണ്ടത്, വേണ്ടടുത്ത് അള്ളാഹ് അങ്ങനെ കൊടുക്കും. എന്തുകൊണ്ടാണ് അള്ളാഹു മഴ തരാത്തത്? എന്താ മഴ തരാത്തത്? സയൻറ്റിഫിക് നിരീക്ഷണത്തിൽ അതിന് മരമില്ല, അതിന് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, പല കാരണമൊക്കെ പറയും. ഇസ്ലാമിക വീക്ഷണത്തിൽ എന്താ മഴ കുറയാൻ കാരണം, എന്താ ചൂട് കൂടാൻ കാരണം? ഖുർആനിലും ഹദീസിലും അതിന് കാരണം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ജനങ്ങൾ താന്തോന്നികളായി ധിക്കാരികളായി മതിമറന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഉപരിഭാഗത്ത് നിന്ന് എൻ്റെ ബറക്കത്തിറക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും, എന്നുവെച്ചാൽ മഴ നിർത്തും. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിം മിനസ് സമാഇ വൽ അർള്. ഏതൊരു നാട്ടുകാർ സത്യവിശ്വാസം മുറുകെ പിടിച്ച് ഭക്തിയോടെ നിലനിന്നാൽ ലഫതഹ്നാ അലൈഹിം ബറകാതിം മിനസ് സമാഇ വൽ അർള്, ഞാൻ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും അഭിവൃദ്ധിയുടെ ബറക്കത്തിൻ്റെ കവാടങ്ങൾ ഞാൻ അവർക്ക് തുറന്നു കൊടുക്കും. മര്യാദക്കാരായി ജീവിച്ചാൽ ആകാശലോകത്ത് നിന്ന് ബറക്കത്തിറങ്ങും, ഭൂമിയിൽ നിന്ന് ബറക്കത്ത് മുളക്കും. നേരെ മറിച്ച് അവർ ധിക്കാരികളായാൽ അവരെ നാം പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും, മഴ ഞാൻ തടഞ്ഞു വെക്കുക തന്നെ ചെയ്യും. ഹദീസിലതാ, സ്വഹീഹായ ഹദീസിലതാ അള്ളാന്റെ റസൂല് പറയുന്നു, മനുഷ്യന്മാരെ ഈ പ്രവർത്തനങ്ങളും ചിന്താഗതിയൊക്കെ കാരണം അള്ളാഹ് മഴ തരില്ല. പിന്നെ ഈ പാവം കന്നാലികൾ, എട്ടും പൊട്ടും തിരിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, വന്യവയോധികരായ അവശരായ പാവങ്ങൾ, ഇവരൊക്കെ ഉള്ളതുകൊണ്ട് അള്ളാഹ് തരുന്നത്. പിന്നെ ചില നേരത്ത് അവരുണ്ടായാലും അള്ളാഹു മഴ അങ്ങോട്ട് മാറ്റിവെക്കും. അതിനൊരു കാരണം പറഞ്ഞത്, ഹറാമ് വെട്ടി വിഴുങ്ങുക, സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കാരണമായിട്ട് പറഞ്ഞത്. മഴ കുറയാൻ കാരണം സക്കാത്ത് കൊടുക്കാതെ ധനവാന്മാരായ ആളുകൾ പിശുക്കാൻ തുടങ്ങിയാൽ, ഹറാമ് വെട്ടി വിഴുങ്ങാൻ തുടങ്ങിയാൽ മഴ കുറയും. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മൾ തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. കേരളത്തിലെ പണ്ഡിത നേതൃത്വം, പാണക്കാട് തങ്ങൾ അടക്കമുള്ള മതപണ്ഡിത അധ്യക്ഷന്മാരൊക്കെ മഴ തേടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് തുടർന്നാൽ ഓരോ ദിവസം 2-3 ആൾക്കാരാണ് കുഴഞ്ഞു വീണ് മരിക്കണേ. അത് 40-41 വയസ്സുള്ള ചെറുപ്പക്കാർ, യുവാക്കൾ അടക്കം. അള്ളാഹു കാക്കട്ടെ. പടച്ചോനെ, നീ ഞങ്ങളോട് മാപ്പ് തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇന്നക കുൻത ഗഫാറ ഫഅർസിലിസ് സമാഅ അലൈനാ മിദ്റാറ. പടച്ചോനെ, ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. നിന്റെ അനുഗ്രഹത്തിൻ്റെ പേമാരി ഞങ്ങളിലേക്ക് വർഷിപ്പിച്ച് തരണമേ തമ്പുരാൻ.